വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 26 മെയ്യിൽ XYSTയുടെ ഒരു മൂവ്മെന്റ്സ് അനാലിസിസ് ഒക്കെയാണ്. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് മുതൽ ഏകദേശം ഒരു 7:30 വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെല്ലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് വലിയ മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 4578-80 റേഞ്ചുകളിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് വലിയ റിജക്ഷൻ വന്നു. ഇപ്പൊ മാർക്കറ്റ് ഏകദേശം 4527 ലെവലുകളിലേക്കൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. ഏകദേശം ലോവർ ടൈം ഫ്രെയിമുകളെല്ലാം സെൽ ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഹൈ ടൈം ഫ്രെയിം കുറച്ചുകൂടി ബൈയിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു മൂവ്മെന്റ് ബൈയിലേക്ക് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4558 മുതൽ ഒരു 75 വരെയൊക്കെയുള്ള ഒരു റേഞ്ചുകൾ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. നിലവിൽ ഇപ്പോഴത്തെ കറണ്ട് മൂവ്മെന്റിന്റെ ബേസിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4528-30 റേഞ്ചാണ്. അത് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് 4527 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയി നിന്ന് കഴിഞ്ഞാൽ 4518, 4508 ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റിന് ഡൗൺ ആവാനുള്ള സാധ്യതകളുണ്ട്. 4508 എന്നൊക്കെ പറയുന്ന റേഞ്ച് 508, 510, 12 റേഞ്ചുകളൊക്കെ നല്ല ഒരു ബൈ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിനെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 4488, 4490, 92, 95 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അപ്പൊ 4508 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു വലിയ റെഡ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇന്ന് നിലവിൽ കൂടുതലായിട്ടും കാണുന്നത്. അതായത് സെൽ സൈഡിലേക്ക് കൂടുതൽ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നിലവിൽ 4528 നിന്ന് 4538 വരെയൊക്കെ ഒരു ബൈയിലേക്ക് മൂവ്മെന്റ് ഉണ്ട്. അത് കൂടി 4548 ലെവലുകളിലേക്കൊക്കെ 4553 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ 4565 വരെയൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 4580 ബ്രേക്ക് ചെയ്ത് കയറി നിന്നാൽ മാത്രമേ മുകളിലേക്ക് കൂടുതൽ, അതായത് 4595, 4600 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ. നിലവിൽ അത്ര സാധ്യതകളൊന്നുമില്ല. കൂടുതലും സെൽ ഡയറക്ഷനിലേക്ക്, അതായത് കൂടുതൽ ഇൻട്രാഡേ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളൊക്കെ കുറച്ച് ബൈ എല്ലാം പോയതിനു ശേഷം മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്തിട്ട് ഇപ്പൊ എപ്പോഴും മാർക്കറ്റിന് ഒരു കൂടുതലും ബൈ പോയാൽ പോലും സെല്ലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അതായത് 4 ഹവറും ഡേ ക്യാൻഡിലും ഒക്കെ ഓൾമോസ്റ്റ് ഒരു സെല്ല്, അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഹൈ ടൈം ഫ്രെയിമുകൾ കൂടുതലും ന്യൂട്രൽ ആയതുകൊണ്ട് കൂടുതലും നമുക്കിപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് നമ്മൾ എൻട്രികൾ എടുത്തു വെച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അല്ലാതെ നമ്മൾ ക്യാൻഡിൽ ചാർട്ടുകളൊക്കെ അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ എൻട്രികളും അതുപോലെ തന്നെ നമ്മുടെ ടിപികളും ഒക്കെ ഹിറ്റായി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിനുണ്ട്. പക്ഷെ ഇന്ന് വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം സോണിനുള്ളിൽ എത്രത്തോളം മാർക്കറ്റ് ഡൗൺ ആയെന്നും എത്രത്തോളം മുകളിലേക്ക് പോയി എന്നുള്ളതും ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റ് പെർഫെക്റ്റ് എൻട്രി, എപ്പോഴും നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്നത് പെർഫെക്റ്റ് എൻട്രിയിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഒരു എൻട്രിയിൽ എടുക്കുന്നതിനേക്കാൾ നമ്മൾ ഒരു കറക്റ്റ് നമ്മളുടേതായ ആ സ്ട്രാറ്റജിക്ക് അനുകൂലമായ ഒരു എൻട്രിക്ക് വേണ്ടി പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കും. നമ്മുടെ എൻട്രി കുറച്ച് ഇതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ചുകൂടി ലോസിലേക്കും കുറേ ടൈം എടുത്ത് പ്രോഫിറ്റബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എൻട്രികൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും SL മസ്റ്റ് ആയിട്ട് വെക്കുക. കൂടുതലും ഒരു സെൽഫ് ട്രേഡ് ഇന്ന് എടുക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ച് റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബൈ ആണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളിൽ നിന്ന് മാത്രം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 2 ചാനലുകളാണ് ഉള്ളത്, VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാനലും. ഈ 2 ചാനലിലും നമ്മൾ കൊടുക്കുന്നത് ഗോൾഡിന്റെ കോൾസ് ആണ്, ഡെയിലി ട്രേഡ് ചെയ്യാനുള്ള കോൾസ് ആണ്. ടെലഗ്രാമിൽ 1 കോൾ ആണുള്ളത്. വാട്സാപ്പിൽ BTCയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 കോൾസ് പെർ ഡേ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു ദിവസം മാത്രം ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളുടെ ടെലഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.